മലയാളത്തിൻ്റെ സാഹിത്യ ചരിത്രം ഒരുപാട് സാഹിത്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ച്, കാവ്യരീതികളെക്കുറിച്ച് ഒക്കെയും ബൃഹത്തായ പഠനങ്ങളുള്ള ഭാഷയാണെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ പലപ്പോഴും ഈ ഒരു സൂഫി കൈവഴികളിലുള്ള മലയാള കാവ്യ സാഹിത്യത്തെക്കുറിച്ച് സാഹിത്യ പഠനങ്ങൾ അത്ര കണ്ട് ശ്രദ്ധിച്ചിട്ടില്ല. മറ്റൊരുപാട് മിസ്റ്റിക് കൈവഴികളെക്കുറിച്ചൊക്കെ പിന്നെയും പഠനങ്ങളുണ്ട് നമുക്ക് പറയാം. വളരെ പ്രശസ്തമായ ഒരു കാവ്യ രീതിയും കാവ്യ പ്രസ്ഥാനവുമാണ് പുലവർ കാവ്യ പ്രസ്ഥാനം, പുലവർ പോയറ്റിക് ട്രഡീഷൻ. തമിഴ്നാട്ടിലും കേരളത്തിലും ഇങ്ങനെ വ്യാപിച്ച് കിടന്നിരുന്ന ഒരു രീതിയാണത്. അതിങ്ങനെ പാടി വന്നിരുന്ന ആളുകൾക്കാണ് പുലവർ കവികൾ എന്ന പേരിൽ. ഇതിൽപ്പെട്ട ഒരു അനോണിമസ് ആയിട്ടുള്ള, അജ്ഞാത കർത്തൃകമായിട്ടുള്ള, ആരാണെന്ന് നമുക്ക് അന്വേഷിച്ചിട്ടും കിട്ടാത്ത ഒരു പ്രസിദ്ധമായ ഒരു സൂഫി കലാമാണ് അടുത്തത്. ശരീരമണിഞ്ഞ് നീ ഈ പ്രപഞ്ചത്തിലേക്ക് വരുന്നതിന് മുമ്പേ പ്രണയപ്പൊരുളായ ദൈവത്തിൻ്റെ അറിവിൽ നീ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ദിവ്യമായ അറിവ് അനന്തമാണെങ്കിൽ ആ അറിവിൽ നീയുണ്ടെങ്കിൽ നിന്റെ പ്രായവും അനന്തമാണ് എന്നാണ് അതിനർത്ഥം. ദേഹമണിഞ്ഞ് വന്നതിൻ്റെ കുറച്ചു കാലത്തെ ആനന്ദം മാത്രമാണ് നമുക്ക് അനുഭവത്തിലുള്ളത്. നിന്നെ ഇവിടെ കാണിക്കാനുള്ള കാരണം സൂഫികൾ പറയും, പ്രണയപ്പൊരുളായ ദൈവത്തിന് നിന്നോടുള്ള അഗാധമായ പ്രണയം കൊണ്ടാണ് അവൻ്റെ അറിവിൽ നിന്ന്, അതിൻ്റെ അറിവിൽ നിന്ന് അത് നിന്നെ പുറത്തേക്ക് കാണിച്ചത്. അതൊരു ആകാശലോക പ്രണയമാകുന്നു. ആകാശലോക പ്രണയ വർത്തമാനത്തിൻ്റെ ഇന്നത്തെ പേരാകുന്നു നീ എന്ന് നീ ഒന്ന് മനസ്സിലാക്കി നോക്ക്. അപ്പോൾ നീയും ആ പൊരുളും പരസ്പരം കാമുകി കാമുകന്മാർ കണക്കെയാകും. ഒരാൾ മജ്നു, മറ്റേയാൾ ലൈല. ലൈല മജ്നു എന്ന് നമുക്കൊക്കെ അറിയുന്ന ഒരു പുരാവൃത്തമാണ്. പഴയകാലത്ത് മലയാള സിനിമയൊക്കെ ആ പേരിൽ വന്നിട്ട്. യഥാർത്ഥത്തിൽ അതൊരു അറബ് പുരാവൃത്തമാണ്. ഖൈസ് ഇബ്നു മുലവ്വയുടെ ഒരു പുരാവൃത്തമാണ്. ഖൈസും ലൈലയും തമ്മിലുള്ള പ്രണയമാണത്. ചെറുപ്പത്തിൽ തുടങ്ങിയ ആ പ്രണയം അതിൻ്റെ അഗാധതയിൽ അത്രയും അത്ഭുതകരവും ലോകത്തിന് തന്നെയും വിസ്മരിക്കാൻ പറ്റാത്തതുമായി മാറിയ ഒരു കഥയായി മാറുകയായിരുന്നു. നാടോടികളും നൊമാഡിക്കായിട്ടുള്ള മിസ്റ്റിക്കുകളും സൂഫികളും ഈ ദൈവവും മനുഷ്യനും, ദേഹവും ദേഹിയും, ജീവാത്മാവും പരമാത്മാവും, ഇങ്ങനെയൊക്കെയുള്ള ഈ പ്രണയത്തിന് ഇതൊരു മാതൃകയാക്കി പറയാൻ പറ്റും. അതാകുന്നു നിന്റെ ലൈല. അപ്പോൾ നീ മജ്നു, നീ ചിലപ്പോൾ ലൈല, അപ്പോൾ അത് നിന്റെ മജ്നു. എങ്ങനെയാണ് ദൈവത്തെ കാണേണ്ടതെന്ന് സൂഫികൾ പറയും. ഇതിൻ്റെ വേറെ തലത്തിലാണ് ആളുകൾ കാണുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മെ ബൈനോക്കുലർ വെച്ച് നമ്മെ ശിക്ഷിക്കാൻ കാത്തു നിൽക്കുന്ന, സൂക്ഷ്മമായി ഉണർന്നറിയുന്ന ആളുകൾ പറഞ്ഞേക്കും, അഥവാ ദൈവമുണ്ടെങ്കിൽ എനിക്ക് അതിനെ ഒന്ന് കാണണം, കണ്ടിട്ട് എന്തായാലും 2 എണ്ണം കൊടുക്കാൻ എനിക്കുണ്ട്, എനിക്ക് കുറച്ച് വർത്താനം അയാളോട് ചോദിക്കാണ്ട് എന്നുള്ള നിലക്കാണ്. എന്നാൽ ഇങ്ങനെയൊന്ന് അറിഞ്ഞു നോക്കുമെന്നാണ് സൂഫികൾ ചോദിക്കുന്നത്. ആ ആനന്ദത്തിൽ നീ ഒന്ന് ആയി നോക്ക്. ഈ ആരാധന എന്ന് പറയുന്ന ഒരു അടിമയുടമ അല്ലെങ്കിൽ ഒരു പേടിപ്പിക്കൽക്കാരനും
അതിൽ പേടിപ്പിക്കപ്പെടുന്ന ഒരാളും എന്നത് വിട്ട് അതിനോടുള്ള വ്യവഹാരങ്ങളൊക്കെയും ഒരു കൊഞ്ചലായി, കൊഞ്ചിപ്പറയലായി, ഒരു പ്രണയ സംസാരമായി നീ ഒന്നെടുത്തു നോക്ക്. മാനപ്രേമത്തിലേ മാനപ്രേമത്തിലേ മൺകൂടാണതിലേ മേയും ലൈല മായ മായ ലോകത്തല്ലോ ലീല, മായ മായ ലോകത്തല്ലോ ലീല. മാനപ്രേമത്തിലെ മൺകൂടാണതിലെ, മാനപ്രേമത്തിലെ മൺകൂടാണതിലെ മേയും ലൈല. മായ മായ ലോകത്തല്ലോ ലീല, മായ മായ ലോകത്തല്ലോ ലീല. കാണാതിന്നും ഇരിക്കുന്ന മാതേ, കാണാതിന്നും ഇരിക്കുന്ന മാതേ, കാറ് കേറിയ കൊള്ളാമോ സീതേ. കാണാതിന്നും ഇരിക്കുന്ന മാതേ, കാറ് കേറിയ കൊള്ളാമോ സീതേ. സ്ഥാനം കണ്ണിലുണ്ണി തരണം എണ്ണി എണ്ണി, സ്ഥാനം കണ്ണിലുണ്ണി തരണം എണ്ണി എണ്ണി പോറ്റും ലൈല. മായ മായ ലോകത്തല്ലോ ലീല, മായ മായ ലോകത്തല്ലോ ലീല. മാനപ്രേമത്തിലെ മൺകൂടാണതിലെ, മാനപ്രേമത്തിലെ മൺകൂടാണതിലെ മേയും ലൈല. മായ മായ ലോകത്തല്ലോ ലീല, മായ മായ ലോകത്തല്ലോ ലീല. ஐந்தும் மாறும் எடுக்காத்த நன்ம, ஐந்தும் மாறும் எடுக்காத்த நன்ம. அவளை உனக்காருண்டு காண்மா, ஐந்தும் மாறும் எடுக்காத்த நன்ம. அவளை ഉനക്കാരുണ്ട് കാൺമാ, അവളെ ഉനക്കാരുണ്ട് കാൺമാ. ഈ സെമിറ്റിക് ട്രഡീഷനിലൊക്കെ ദൈവത്തെ ആണായിട്ടാ പറയാ, ഭാഷയിലും അവൻ അവൻ എന്നാ പറയാ. പഠിക്കുമ്പോൾ ദൈവം ആണുമല്ല പെണ്ണുമല്ല, അത് ലിംഗാതീതമാണ്, അതൊരു പൊരുളാണ്, അത് മനുഷ്യനല്ല എന്നൊക്കെയാണ് പഠിക്കുക. പക്ഷെ പറയുമ്പോൾ പിന്നെയും അവനെ പറയൂ. അപ്പം ആണല്ലെങ്കിൽ പിന്നെ അവൻ എന്ന് പറയാൻ പറ്റുമെങ്കിൽ പിന്നെ പെണ്ണല്ലെങ്കിൽ അവളെന്നും പറയാൻ പറ്റുള്ളൂ. സൂഫികൾ അവർക്ക് എന്താണോ തോന്നുന്നത് അതൊക്കെയും വിളിക്കും.
ஐந்தும் மாறும் எடுக்காத்த நன்மா, ஐந்தும் மாறும் எடுக்காத்த நன்மா, அவளே உனக்காருண்டு காண்மா. ஐந்தும் மாறும் எடுக்காத்த நன்மா, അവളെ ഉനക്കാരുണ്ട് കാണാൻ. ഞാനേ എൻ്റെ ഒരു 4 വരി ചൊല്ലാണ്. മുംബൈയിൽ വന്നിട്ട് എൻ്റെ വരി ചൊല്ലാൻ. നിന്നോട് കൊഞ്ചി പറഞ്ഞാൽ അത് പോരാ, നിന്നോട് കൊഞ്ചി പറഞ്ഞാൽ അത് പോരാ, നിന്നിൽ ഞാനുണ്ടെന്ന ആനന്ദം തീരാ, നിന്നിൽ ഞാനുണ്ടെന്ന ആനന്ദം തീരാ. നിൻ കണ്ണിലായാൽ, നിൻ കണ്ണിലായാൽ ഈ ബിൻസി പിന്നാരാ, നിൻ കണ്ണിലായാൽ ഈ ബിൻസി പിന്നാരാ. നിന്നോട് നിന്നോട് കൊഞ്ചുന്നതല്ലേ പഞ്ചാര. ഐന്തും മാറും എടുക്കാത്ത നന്മ, ഐന്തും മാറും എടുക്കാത്ത നന്മ, അവളെ ഉനക്കാരുണ്ട് കാൺമാ. ഐന്തും മാറും എടുക്കാത്ത നന്മ, അവളെ ഉനക്കാരുണ്ട് കാൺമാ. താനെ കൊഞ്ചി കൊഞ്ചി തനിയെ കെഞ്ചി കെഞ്ചി, താനെ കൊഞ്ചി കൊഞ്ചി തനിയെ കെഞ്ചി കെഞ്ചി പോറ്റും ലൈല. മായ മായ ലോകത്തല്ലോ ലീല, മായ മായ ലോകത്തല്ലോ ലീല. മനപ്രേമത്തിലെ മൺകൂടാണതിലെ, മനപ്രേമത്തിലെ മൺകൂടാണതിലെ മേയും ലൈല. മായ മായ ലോകത്തല്ലോ ലീല, മായ മായ ലോകത്തല്ലോ ലീല. മനപ്രേമത്തിലെ മൺകൂടാണതിലെ, മനപ്രേമത്തിലെ മൺകൂടാണതിലെ മേയും ലൈല. മായ മായ ലോകത്തല്ലോ ലീല, മായ മായ ലോകത്തല്ലോ ലീല, മായ മായ ലോകത്തല്ലോ ലീല, മായ മായ ലോകത്തല്ലോ ലീല.